If square root of 625 is equal to 25, find the value of square root of 0.000000625 divided by 25. നമുക്ക് 625 റൂട്ട് തന്നിട്ടുണ്ട് 25. ഇതിൻ്റെ ഉത്തരമാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് റൂട്ട് ഓഫ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടത് 0.12345625/25. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സ്ക്വയർ റൂട്ട് എടുക്കണം, അംശത്തിനും ഛേദത്തിനും റൂട്ട് എടുക്കണം. അപ്പോൾ റൂട്ട് ഓഫ് 0.12345625 ബൈ റൂട്ട് ഓഫ് 25. ഇനി നമുക്ക് ഈ സംഖ്യയുടെ റൂട്ട് കാണണം. ഈ സംഖ്യയുടെ റൂട്ട് കാണുമ്പോൾ നമുക്ക് 625 റൂട്ട് തന്നിട്ടുണ്ട്. 625 റൂട്ട് 25ആണ്. ഇപ്പോൾ ഇവിടെ ഈ സംഖ്യ 625 ഉണ്ട്, പിന്നെ എന്താ വ്യത്യാസം? ഇവിടെ ഡെസിമൽ ഉണ്ട്, അത് മാത്രം. അപ്പോൾ നമുക്ക് 625 റൂട്ട് ആദ്യം 25 എന്ന് എഴുതാം. 625 റൂട്ട് 25. ഇനി നമുക്ക് ദശാംശ സ്ഥാനങ്ങൾ നോക്കാം. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക. ദശാംശം കേട്ട് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 സ്ഥാനമുണ്ട്. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണോ പകുതി, 8ൻ്റെ പകുതി 4. എന്നിട്ട് 4 സ്ഥാനം ഇടത്തോട്ട് നീക്കുക. 4 സ്ഥാനം ഇടത്തോട്ട് 1 2 3 4 4 സ്ഥാനം നീക്കി ഡെസിമൽ ഇട്ടു. 0.0025/25 റൂട്ട് നമുക്കറിയാം 5. ഇനി ദശാംശ സംഖ്യകൾ ഹരിക്കണം. ദശാംശ സംഖ്യയുടെ ഹരിക്കേണ്ടത്. ദശാംശ സംഖ്യ ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദശാംശം ഒഴിവാക്കണം. ഇവിടെ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 1 2 3 4 സ്ഥാനമുണ്ട്. ഈ 4 സ്ഥാനം ഒഴിവാക്കണം. അതായത് ഈ ഡെസിമലിനെ ഇങ്ങോട്ട് എടുക്കണം. 4 സ്ഥാനം ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഡെസിമൽ ഇല്ലാണ്ടായി. ഇപ്പോൾ മുകളിൽ എന്തായി? അംശം എന്തായി? 25. ഇനി ന്യൂമറേറ്ററിൽ 4 പ്ലേസ് നീക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ ഡെസിമൽ ഉണ്ടെങ്കിൽ അവിടെയും 4 പ്ലേസ് നീക്കണം. ന്യൂമറേറ്ററിൽ 4 പ്ലേസ് നീക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ ഡെസിമൽ ഉണ്ടെങ്കിൽ അവിടെയും 4 നീക്കണം. പക്ഷേ ഇവിടെ ഡെസിമൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 4 സ്ഥാനം നീക്കിയതിന് പകരമായിട്ട് ഇവിടെ 4 പൂജ്യങ്ങൾ ചേർത്താൽ മതി. ആ 4 സ്ഥാനം നീക്കിയതിന് പകരമായിട്ട് 4 പൂജ്യങ്ങൾ ചേർക്കുക. 5 എന്നിട്ടിട്ട് 1 2 3 4 പൂജ്യം ചേർത്തു. 25/5000. നമുക്കതിനെ 5 കൊണ്ട് വെട്ടിച്ചെടുക്കാം. 5 25. ഇവിടെ 1 5 5 പിന്നെ 4 0 1 2 3 4 5/10000. ഒരു സംഖ്യയെ 10000 കൊണ്ട് ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയിൽ 4 സ്ഥാനങ്ങൾ ഇടത്തോട്ട് നീക്കിയാൽ മതി. ഒരു സംഖ്യയെ 10000 കൊണ്ട് ഹരിക്കാൻ ആ സംഖ്യയിൽ 10000ത്തിൽ 4 പൂജ്യമില്ലേ? 4 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക. അപ്പോൾ ഇവിടെ 5 ഒരു സ്ഥാനമുണ്ട്. 4 സ്ഥാനം നീക്കണമെങ്കിൽ ഇവിടെ ഒരു 3 പൂജ്യം വേണം. അപ്പോൾ ഉത്തരം 0.0005.